ബിഗ് ബോസ് സീസൺ 7 വോട്ടിംഗ് അങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ് ഈ ആഴ്ചത്തെ. ഇത്തവണ നോമിനേഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ടോട്ടൽ 13 പേരാണ്. ഇവരിൽ തുടക്കത്തിലെ ട്രെൻഡ് അനുസരിച്ച് ആരാണ് ഏറ്റവും ആദ്യം നിൽക്കുന്നതും ഏറ്റവും അവസാനം നിൽക്കുന്നതെന്നും നമുക്ക് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ലൈക്ക് അടിക്കാനും മറക്കണ്ട. വോട്ടിംഗ് അപ്ഡേറ്റ്സ് ഒക്കെ നമ്മുടെ ചാനലിൽ എപ്പോഴും ഇടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം നിൽക്കുന്നത്, അതായത് ഒന്നാം സ്ഥാനത്ത് നിലവിലത്തെ ട്രെൻഡിങ് അനുസരിച്ച് നിൽക്കുന്നത് അനീഷാണ്. തുടക്കത്തിലെ ട്രെൻഡിങ് അനുസരിച്ച് 2646 വോട്ടുകൾ അനീഷ് ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നു. തൊട്ടു പിന്നിൽ തന്നെ അനു ഉണ്ട്. 2348 വോട്ടുകളാണ് തുടക്കത്തിലെ ഒരു വോട്ടിംഗ് ട്രെൻഡ് എന്ന് പറയുന്നത്. മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആദിലയാണ്. 1936 വോട്ടുകളാണ് ആദില നേടിയിരിക്കുന്നത്. അക്ബറാണ് ഇപ്പോൾ 4ാം സ്ഥാനത്ത് നിൽക്കുന്നത്, 1562 വോട്ടുകൾ. ലക്ഷ്മി ഇപ്പോൾ 5ാം സ്ഥാനത്ത്, 1210 വോട്ടുകൾ. നെവിനാണ് ഇപ്പോൾ 6ാം സ്ഥാനത്ത് നിൽക്കുന്നത്, 1202 വോട്ടുകൾ. ബെന്നി ഇപ്പോൾ 7ാം സ്ഥാനത്ത് നിൽക്കുവാണ്, 946 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. 8ാം സ്ഥാനത്ത് ഇപ്പോൾ ആര്യൻ നിൽക്കുവാണ്, 936 വോട്ടുകളാണ് ആര്യൻ നേടിയിരിക്കുന്നത്. 9ാം സ്ഥാനത്ത് ഇപ്പോൾ റണ ഫാത്തിമയാണ് നിൽക്കുന്നത്, 872 വോട്ടുകളാണ് റണ ഇതുവരെ നേടിയിരിക്കുന്നത്. 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് അഭിലാഷാണ്, 822 വോട്ടുകളാണ് അഭിലാഷ് തുടക്കത്തിൽ നേടിയിരിക്കുന്നത്. 11ാം സ്ഥാനത്ത് ഇപ്പോൾ മസ്താനിയാണ് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. മസ്താനി തുടക്കം തന്നെ ഏറ്റവും പിന്നിലാണ് കാണപ്പെടുന്നത്, 762 വോട്ടുകളാണ് മസ്താനി നേടിയിരിക്കുന്നത്. 12ാം സ്ഥാനത്ത് നിൽക്കുന്നത് പ്രവീണാണ്, 692 വോട്ടുകളാണ് പ്രവീൺ ഇതുവരെ നേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ലാസ്റ്റ് ഇപ്പോൾ 13ാം സ്ഥാനത്ത് നിൽക്കുന്നത് സാബുമോനാണ്, 611 വോട്ടുകളാണ് നേടിയിരിക്കുന്നത്. അതായത് 3 വൈൽഡ് കാർഡ്സും ഇപ്പോൾ തുടക്കത്തിലെ ട്രെൻഡിങ് നോക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് സ്ഥാനങ്ങളിലാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വോട്ടിംഗ് മാറി മറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇത് തുടക്കം മാത്രമാണ്. ഇനി അങ്ങോട്ട് പല സ്ഥാനങ്ങളും മാറി മറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ കാത്തിരിക്കണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. വോട്ടിങ്ങിൽ ആരായിരിക്കും അവസാന നിമിഷം വരെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്, അതോടൊപ്പം തന്നെ ആരായിരിക്കും പുറത്തു പോകാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും പുതിയ വോട്ടിംഗ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം.